അഖില മിസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നോക്കിയാൽ നിങ്ങളിവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട്. ആ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്? നെയിം ഓഫ് ദ ബേർഡ്, അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് അല്ലെ. ഈഗിൾ കൊടുത്തിട്ടുണ്ട്, കേർവ്ഡ് ബീക്കും ഷാർപ്പ് നെയിൽസും, ടു സ്നാച്ച് ഇറ്റ്സ് പ്രേ ആൻഡ് ടു ടിയർ ഇറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പക്ഷിയുടെ പേര്, ശരീരത്തിന്റെ പ്രത്യേകതകൾ, പ്രയോജനങ്ങൾ അല്ലെ. ഇപ്പൊ പരുന്ത് വളഞ്ഞ ചുണ്ടാണ്, കൂർത്ത നഖങ്ങളാണ്, ഇരയെ റാഞ്ചാനും എളുപ്പത്തിൽ കുത്തിക്കീറാനും സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇതിന്റെ ബാക്കിയുള്ള കോളങ്ങളിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ്. അപ്പൊ രണ്ടുപേരെ ഇതാ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഡെക്കാണ്, മറ്റൊന്ന് നമ്മുടെ ക്രെയിൻ ആണ്. അപ്പൊ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളവും ഉണ്ടടാ മക്കളെ, താറാവാണ് അല്ലെ. അപ്പൊ പരന്ന ചുണ്ടുകളും പരന്ന കാലുകളും ആർക്കുള്ളത്? താറാവിനുള്ളത്. അത് അതിന് വെള്ളത്തിൽ ഇര പിടിക്കാനും നീന്താനും സഹായിക്കുന്നുണ്ട്. കരയിലും വെള്ളത്തിലും അത് ജീവിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഫ്ലാറ്റ് ബീക്ക് ഉണ്ട്, അതുപോലെ തന്നെ വെബ്ഡ് ഫീറ്റ് ഉണ്ട്. ടു സെർച്ച് ഫുഡ് ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. വെബ്ഡ് ഫീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽപ്പ് ടു സ്വിം അല്ലെ. ഇനി ക്രെയിൻ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കൊക്കാണ്, ലോങ് ലെഗ് ആണ് അല്ലെ, വളരെ നീണ്ട കാലുകളാണ് ആർക്കുള്ളത്? നമ്മുടെ ഈ പറയുന്ന കൊക്കിനുള്ളത്. ലോങ് പോയിന്റഡ് ബീക്കും ഉണ്ട്. ഹെൽപ്സ് ടു സ്റ്റാൻഡ് ഇൻ വാട്ടർ വൈൽ കാച്ചിങ് പ്രേ യൂസിങ് ലോങ് ബീക്ക് അല്ലെ. എന്താ സംഭവം? നമ്മുടെ ഈ പറയുന്ന നീളമുള്ള കാലുള്ളത് കൊണ്ട്, വെള്ളത്തിൽ നിന്നുകൊണ്ട് ആ നീളമുള്ള കൊക്ക് ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ഇരയെ പിടിക്കാൻ ആരെ സഹായിക്കുന്നുണ്ട്? കൊക്കിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ചാപ്റ്ററിൽ ഇത് വരുന്നുണ്ട്. ഒന്ന് പക്ഷികളുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ അനുകൂലനങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. മുന്നേ പഠിച്ചതാണെങ്കിൽ പോലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. ആനുവൽ എക്സാം ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും നമ്മളോട് ചോദ്യം ചോദിക്കാം അല്ലെ. അപ്പൊ അടുത്ത നിങ്ങൾ നോക്കിയേ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഹു ഇസ് നോൺ ആസ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. നമ്മൾ ഒരുപാട് തവണ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് നമുക്കറിയാം. എന്തായിരുന്നു? യെസ്, സലീം അലി ആയിരുന്നു അല്ലെ. ഡോക്ടർ സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാനിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ സലീം അലി അല്ലെ. സലീം അലിയാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബേർഡ് മാൻ ഓഫ് ഇന്ത്യ അല്ലെ നമ്മൾ ഓർത്ത് വെക്കേണ്ടിണ്ടായിരുന്നത്. അപ്പൊ മക്കളെ മറക്കാതിരിക്കുക. നിങ്ങൾ ഈ എക്സാം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ചിലേക്ക് പോകുന്ന മക്കളാണ്. അപ്പൊ പൃഥ്വി ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ മാക്സിമം ഈ ഒരു ഓഫർ ഉള്ള ടൈമിൽ ജോയിൻ ചെയ്യുക. 10% ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക്. കുറച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ മക്കള് ബേസ് പ്ലാൻ ആയിക്കോട്ടെ, ഇൻഫിനിറ്റി പ്ലാൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ മാത്രം ചൂസ് ചെയ്യുക. രണ്ട് പ്ലാനിലും നമുക്ക് ഇപ്പോൾ ഓഫർ ഉണ്ട്. മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് സ്മാർട്ട് വാച്ചും കിട്ടാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. വരാൻ പോകുന്ന നമുക്കറിയാം 2 സെറ്റൊക്കെ ആയിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ വരാൻ പോകുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ അവർക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഈ ഒരു വീഡിയോ മക്കൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നേടാൻ പറ്റണം. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.